ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി നമ്മൾ മൂന്നാല് പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് ജയറാമിന്റെ പേര് പുറത്തുവിട്ടു, അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞു. പുറത്തുവിട്ട നമ്മളല്ല, SITയുടെ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് വീരമണി, ഗായകൻ വീരമണി. ഇപ്പോൾ നമ്മൾ സംശയനിഴലിൽ നിൽക്കുന്ന മറ്റൊരു നടി കൂടെ ഉണ്ട്. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് ചില വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. നടി മഞ്ജു വാര്യരെ കുറിച്ചുള്ള ഒരു വാർത്ത ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്തെന്ന് നമ്മൾ അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം ഏതോ ഒരു ഇവന്റ് മാനേജ്മെന്റിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മഞ്ജു വാര്യർ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആരെയെല്ലാം പിടിക്കേണ്ടി വരും. ഞാൻ മഞ്ജു വാര്യർക്ക് വേണ്ടി വർത്താനം പറയുകയാണ്, കാരണം മഞ്ജു വാര്യർ ചെന്നുവിടാൻ സാധ്യതയില്ല. പക്ഷെ പിന്നെ ഒരു സാധ്യതയുള്ളത്, ജയറാം അവിടെ ഇരുന്നു കൊണ്ട് ശബരിമലയിൽ ജയറാമും വീരമണിയൊക്കെ ശബരിമലയിലെ സ്വർണമാണ്, അത് എന്തെങ്കിലും ദിവ്യത്വമുള്ളതാണ്, വന്ന് പൂജയ്ക്ക് തൊഴാനോ എന്തെങ്കിലും സ്വർണത്തിന്റെ പൊട്ടോ പൊടിയോ എന്തെങ്കിലും കൊടുത്ത് പൈസ വാങ്ങാനോ ഒക്കെ ഉള്ള ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ സാധ്യതയേ ഉള്ളൂ, അല്ലാതെ വലിയ സാധ്യതയില്ല. ബിനാമി ഇടപാടുകൾ ഇപ്പോൾ പത്മകുമാറിന് നമ്മുടെ ആരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലെ, വിദേശ യാത്രകൾ പോലെ, ഇംഗ്ലണ്ടിൽ പോയതുപോലെ, അമേരിക്ക പോയതുപോലെ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയതുപോലുള്ള ബന്ധം ഒന്നും മഞ്ജു വാര്യർ കേട്ടില്ല. പക്ഷേ എന്നിട്ട് മഞ്ജു വാര്യരുടെ പേര് ഇതിനകത്തേക്ക് വലിച്ചിഴിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട്. അവരുടെ സാക്ഷിമൊഴി എടുക്കുമെന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള വളരെ ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകൾ ധാരാളമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പക്ഷേ സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ചിത്രമുണ്ടെന്നാണ് പറയുന്നത്. ഇയാൾ ആംബുലൻസ് വാങ്ങിക്കൊടുത്തത് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ വെച്ച്. അതുപോലെ തന്നെ അടൂർ പ്രകാശുമായി ഇദ്ദേഹം നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നേതാക്കളുമായി നിൽക്കുന്ന ഫോട്ടോസ്, അതായത് ഒരുപാട് ആളുകളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. പക്ഷെ അതങ്ങനെ സംഭവിക്കും. ഞാനൊക്കെ നമ്മളൊക്കെ ഒരുപാട് പരിപാടി പങ്കെടുക്കുന്നത്, നമ്മൾ ചെറിയ ആളായിട്ട് പോലും, വളരെ ചെറിയ ആളാണെങ്കിൽ പോലും പ്രഭാഷണത്തിലോ ക്ലാസ്സിലോ ഒക്കെ പോയി കഴിയുമ്പോൾ എത്രയോ പേര് വന്നാണ് സെൽഫി എടുക്കുന്നത്. വരണവരെടുത്ത് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ജാതി എന്താണ്, മതം എന്താണ്, നിങ്ങളുടെ പോസ്റ്റ് എന്താണ് ചോദിക്കാൻ പറ്റത്തില്ല. സാർ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഞാൻ കൂടെ നിൽക്കും എടുക്കും. ചിലരാണെങ്കിൽ മക്കളെയും കൂടെ നിർത്തി അവരും മാതാപിതാക്കളും ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തോണ്ട് പോകും. എത്രയോ പേര് സെൽഫി എടുക്കുന്നു. അപ്പൊ നമ്മൾ പറയാം, അപ്പൊ ഞാനൊരു ചെറിയ ആളാണ്. അപ്പൊ വലിയ ആളുകൾക്ക്, വലിയ സെലിബ്രിറ്റികൾക്ക് എന്തായിരിക്കും സ്ഥിതി? ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ ആളുകളെ കണ്ട് ഈ വീട്ടിൽ ഫോട്ടോ വയ്ക്കാനായിട്ട് ചെറിയ ആളുകളെ. നമ്മളൊന്നും പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. ഞാനിപ്പോ സെലിബ്രിറ്റികളെ കൂടെ പലരെയും കാണുകയും പരിപാടി നമ്മളങ്ങനെ നിന്നൊരു സെൽഫി ക്രൈസ് ഉള്ള ആളല്ല. പക്ഷെ അത് സെൽഫി ക്രൈസ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ അവർക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, വ്യവസായികളെ മറ്റുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യം അവർ കാണിക്കുന്ന ഒരു ആൽബം ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ കിടക്കുന്ന ഫോട്ടോ ആയിരിക്കും. കണ്ടാ ഞാൻ ഇന്ന ആളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടോ, തോളി കൈയിട്ടിരിക്കുന്നു, ഷേക്കാൻ്റെ കൊടുത്തിരിക്കുന്നു, ചിരിക്കുന്നു, പരസ്പരം ചായ കുടിക്കുന്നു. ഈ ഫോട്ടോസ് ഒക്കെ കാണിച്ചാണ് അവർ മറ്റുള്ളവർ തള്ളിയിടുന്നത്. അപ്പൊ അതിനകത്ത് ഈ ജ്യോത്സ്യന്മാരൊക്കെ ചെയ്യുന്ന, ഈ ജ്യോതിഷം നടത്തുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവർ പ്രധാന VVIP, അത് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, VVIPസിനെ പോയി കൈ നോക്കുകയും ജ്യോതിഷമൊക്കെ പറയും. ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് സാധാരണ IASകാർ IPSകാർ വലിയ വലിയ ഡയറക്ടർമാരൊക്കെ കൈ നോക്കിയിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ കൈ നോക്കിയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് അല്ല, ഒരു കാര്യമുണ്ട് അതിനകത്ത്. അപ്പൊ ഇത് ഒരു നല്ലതിന് ഉപയോഗിക്കും, ചീത്തയ്ക്ക് ഉപയോഗിക്കും. കൈനോട്ടക്കാരൊക്കെ നല്ലതിനാണ് ഉപയോഗിക്കുന്നത്. വേറെ ആളിനെ കൂടെ കൈ നോക്കിയിട്ടല്ലേ ഒരു പൈസ മേടിക്കുന്നത്, അല്ലാതെ ഒരു പറ്റിപ്പൊന്നുമില്ലല്ലോ. കൈ നോക്കുന്ന പൈസ മേടിക്കും, ഇതുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചിട്ട്, ബന്ധങ്ങൾ കാണിച്ച്, മറ്റുള്ളവരെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി അതിലൂടെ കാര്യങ്ങൾ പോകും. അപ്പൊ മഞ്ജു വാര്യറിന്റെ പേര് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരെ കൃത്യമായ ചില സ്രോതസ്സുകളിലൂടെ അന്വേഷിക്കുമ്പോൾ മഞ്ജു വാര്യർക്ക് അങ്ങനെ ഒരു ബന്ധം, ഉണ്ണികൃഷ്ണനുമായിട്ടൊരു ദൈനംദിന ബന്ധമോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനുമായിട്ടൊക്കെയുള്ള കാര്യം. പക്ഷെ ഒരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയിൽ ഉണ്ണികൃഷ്ണനും മഞ്ജു വാര്യരും പങ്കെടുത്തിരിക്കുന്നു എന്നൊരു ഫോട്ടോ കറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ഫോട്ടോ ഫേസ്ബുക്കിൽ കാണാനില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് ഒരു ആധികാരികത വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, ജയറാമും വീരമണിയും ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മറ്റ് സെലിബ്രിറ്റികൾ, താഴെയുള്ള കൊച്ചു കൊച്ചു സെലിബ്രിറ്റികളെല്ലാം ഇതിനകത്ത് വരുമെങ്കിൽ, കാരണം ഇത് ബാംഗ്ലൂരിലെ ശ്രീരാമ അയ്യപ്പ ക്ഷേത്രത്തിൽ ആരൊക്കെയാണ് പോയി തൊഴുതിരിക്കുന്നത്, ചെന്നൈയിലെ വീട്ടിൽ, ജയറാമിന്റെ വീട്ടിൽ പൂജ നടന്നതിന് ശേഷം ആരൊക്കെയാണ് പോയി തൊഴുതിരിക്കുന്നത് നമുക്കറിയില്ല. ആ ഫോട്ടോ ഒന്നും പുറത്തു വന്നിട്ടില്ല, വീഡിയോ ഒന്നും. അതിൽ മഞ്ജു വാര്യർ ഉണ്ടോ? അങ്ങനെ മഞ്ജു വാര്യറിന്റെ പേര് അതുകൊണ്ടാണോ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്? എന്തായാലും ARL മഞ്ജു വാര്യരുടെ പേര് കൂടി കറങ്ങുന്നുണ്ട്. അത് ആധികാരികമായി മഞ്ജു വാര്യറിന്റെ മൊഴിയെടുക്കുമെന്നോ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നോ അറസ്റ്റ് ചെയ്യുമെന്നോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ വേറെ തലത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ചെന്നൈയിലുള്ള ഒരുപാട് സെലിബ്രിറ്റികളുടെ ബോഡിയുടെ ചൂട് കൂടിയിരിക്കുകയാണ്, BP ലെവൽ മാറിയിരിക്കുകയാണ്, ഷുഗർ ലെവൽ താഴ്ന്നിരിക്കുകയാണ്. ചിലർക്ക് ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്. കാരണം ഇത് വളരെ ഗുരുതരമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അയ്യപ്പന് മാത്രമാണ് അറിയാമെന്നുള്ളത്. അയ്യന്റെ സ്വർണം എടുത്തുകൊണ്ട് ആർക്കൊക്കെ കൊടുത്തു, ആർക്കൊക്കെ വിറ്റു, ആരൊക്കെ അത് കൈമാറി. ഇനി വേറെ തമാശയുണ്ട്. ഈ ജയറാമനാകട്ടെ, വീരമണിക്കാകട്ടെ, അല്ലെങ്കിൽ അവിടെ പോയവർക്കാകട്ടെ, അവർക്ക് കിട്ടിയ സ്വർണം അവർ അതിൽ നിന്ന് അല്പമെങ്കിലും കൈമാറും, സ്നേഹം കൊണ്ടൊക്കെ കൈമാറും. ഇതിനകത്തുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ്?
ദേവന്റെ സ്വർണമാണ്, ദിവ്യത്വമുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അല്ലെ പിന്നെ മഞ്ജു വാര്യർക്കൊക്കെ സ്വർണം വാങ്ങിക്കാൻ എത്ര സമയം വേണം? പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് ദിവ്യത്വമുള്ള സ്വർണമായതുകൊണ്ട്, ശബരിമല കട്ടളപ്പാളിയിലുള്ള സ്വർണമായതുകൊണ്ട്, ശബരിമല ദ്വാരപാലക ശില്പത്തിലുള്ള സ്വർണമായതുകൊണ്ട് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവിടുത്തെ കൊടിമരത്തിലെ സ്വർണമായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പൂജ ചെയ്യുന്ന സ്വർണമായതുകൊണ്ട് അതിന് വലിയ ദിവ്യത്വമായിരിക്കും, വലിയ വിലയാണ് കൊടുക്കുക. ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ മതിക്കുന്ന വിലയെന്ന് നമ്മൾ പറയില്ലേ, മതിപ്പ് വില എന്ന് പറയില്ലേ. അതിനകത്ത് ഫിക്സഡ് റേറ്റ് അല്ല, അത് പറയുന്ന വിലയാണ്, മോഹവില. മതിപ്പ് വിലയല്ല, ഒരു മോഹവിലയാണ്. ചില വസ്തുക്കൾ, ചില സ്ത്രീകൾ, ഇപ്പൊ കല്യാണമൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ചില ആളുകളെ മോഹിച്ചാൽ, ചില രാജാക്കന്മാരെ സ്ത്രീകളെ മോഹിച്ചാൽ പിന്നെ എന്ത് കൊടുത്തും, രാജ്യത്തിന് എന്ത് കൊടുത്തും സ്ത്രീകളെ ഇനി വാങ്ങും, രാജ്ഞിയാക്കാൻ വാങ്ങും. അതുപോലെ സ്വർണവും അതുപോലെയാണ്, മോഹവിലയാണ്. വസ്ത്രമൊക്കെ മോഹവിലയാണ്. അപ്പൊ ഈ വസ്തു മോഹവിലയാണ്, ഇഷ്ടപ്പെട്ട എന്ത് വിലയും കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഇതൊരു മോഹവില സമ്പ്രദായത്തിനകത്ത് വരുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരുടെ പേരും സീരിയസ് ആയിട്ട് എയറിലുണ്ട്. അത് നമ്മളിപ്പോ ഒരു ആക്ഷേപം സുഭാഷിതത്തിൽ ജയറാമിനെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ വീരമണിയെ പറയുന്നത് പോലെ ഡയറക്റ്റ് പറയാനുള്ള ഒരു ആക്സസും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് സൂചനയായി സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഏത് ചെറിയ സൂചനയും, ഏത് ചെറിയ ലാഞ്ചനയും, ഏത് ചെറിയ സംശയവും, ഏത് ചെറിയ സ്പാർക്കും പിന്നെ അത് തീപ്പൊരിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പാർക്കായി കിട്ടുന്ന കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്തേ കഴിയൂ. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും. അതുകൊണ്ട് ഇപ്പോൾ മഞ്ജു വാര്യർ പ്രതിയാണെന്നോ, മഞ്ജു വാര്യർ അറസ്റ്റ് ചെയ്യുമെന്നോ, മഞ്ജു വാര്യർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നോ യാതൊരു അഭിപ്രായവും ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിനകത്തുള്ളത്, മഞ്ജു വാര്യരും ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള ഇവന്റ് മാനേജ്മെന്റുകളിൽ പങ്കെടുത്തിട്ടുള്ള പരിപാടികളും ഫോട്ടോയും ഉണ്ടെന്നുള്ള വ്യാപകമായ ആക്ഷേപം ഒരുപാട് ഫോൾഡറുകളിൽ കറങ്ങുന്നുണ്ട്. ആ ഫോൾഡറുകളിൽ പെട്ട അത് വാർത്തകളിലും കറങ്ങുന്നുണ്ട്. നമ്മൾ ചാറ്റ് GPT അടിച്ചു നോക്കുമ്പോഴും മഞ്ജു വാര്യരുടെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ബന്ധിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു, അത് ഈവന്റ് മാനേജ്മെന്റിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പൊ മറ്റേതെങ്കിലും പരിപാടികളിൽ ഉണ്ണികൃഷ്ണനും അതിഥിയായിരുന്നു, മഞ്ജു വാര്യരും അതിഥിയായിരുന്നെങ്കിൽ അവരെ രണ്ടുപേരെ നമുക്ക് കുറ്റം പറയണ്ട. പക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് എത്രയോ ആളുകൾക്ക്, എത്രയോ സംഘടനകൾക്ക് ജയറാമിനെ വിളിച്ചു കൊടുക്കാം, മഞ്ജു വാര്യരെ വിളിച്ചു കൊടുക്കാം പരിപാടിക്ക് എന്ന് പറഞ്ഞ് പൈസ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മഞ്ജു വാര്യരുമായി ബന്ധമില്ല എന്ന് നമുക്ക് പറയാനാകില്ല. ഒരു ഈവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായി ഇയാൾ സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ആർക്കൊക്കെ കൊടുക്കും? ഇയാൾക്ക് വേണ്ടപ്പെട്ട ഇയാളെ ഹിറ്റ് ലിസ്റ്റിലുള്ള എന്ന് പറഞ്ഞ ഇയാളെ ഡയറിയിലുള്ള ആളുകൾക്കെല്ലാം കൊടുക്കും. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് മലയാളിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അല്ല ശരിയാണെങ്കിൽ ശരിയാണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യണമെന്നോ സാക്ഷിപ്പട്ടികപ്പെടുത്തണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ മഞ്ജു വാര്യരും ഈ ഒരു കാര്യം നോക്കുമ്പോൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സംശയത്തിന്റെ മുൾമുനയുടെ ലിസ്റ്റിലേക്ക് ഒരുപക്ഷെ അത് അവസാനത്തെ ആളായിട്ടായിരിക്കാം, ആ റഡാർ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ആളായിട്ടായിരിക്കാം മഞ്ജു വാര്യരും ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് തെളിയിക്കപ്പെടാത്ത, അല്ലെങ്കിൽ പറയപ്പെടാത്ത, ആധികാരികമല്ലാത്ത വാർത്തകൾ കറങ്ങുന്നത്. അത് ആധികാരികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമുക്കാർക്കും കഴിയുന്ന കാര്യമല്ല. SIT ആണ് ആ പരിശോധന നടക്കട്ടെ.